ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. MLA ഉമാ തോമസിനെ ആക്സിഡൻറ്റ് ഏരിയയിൽ നിന്നും എടുത്ത് ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ അവിടെ നടന്നത് കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന സമയത്തിന്, നൃത്തത്തിൻ്റെ ഉദ്ഘാടന സമയത്തിന് 20 അടി പൊക്കത്തിൽ നിന്നും താഴെ വീണാണ് ആക്സിഡൻറ്റ് പറ്റിയത്. അങ്ങനെ ഹൈറ്റിൽ നിന്നും താഴെ വീഴുന്ന ഒരാളെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും നമ്മൾ എടുത്തുകൊണ്ട് പൊക്കിയെടുക്കുകയോ ഒന്നും ചെയ്യരുത്, അവിടെ കിടക്കട്ടെ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അതായത് ABC അസസ് ചെയ്യണം, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ആ സമയത്ത് തന്നെ നമ്മൾ ആംബുലൻസ് എമർജൻസി ആക്ടിവേറ്റ് ചെയ്ത് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് വേണം ഇവരെ മൂവ് ചെയ്യാൻ. അവർ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പൈനൽ ബോർഡ്, ഹാർട്ട് ബോർഡ്, പിന്നെ സെർവിക്കൽ കോളർ, അതായത് ഇവിടെ ഇങ്ങനെ കോളറില്ലേ, അത് പിന്നെ അവരെന്നിട്ട് വളരെ മിനിമം മൂവ്മെൻറ്റിലാണ് ഇവർ ഈ സ്പൈനൽ ബോർഡിലോട്ട് മാറ്റി, സ്പൈനൽ സ്ട്രാപ്പ് എന്ന് പറയും, ശരീരം ഒന്നും മൂവ് ചെയ്യാതിരിക്കാൻ. മിനിമം മൂവ്മെൻറ്റ് മാത്രമേ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് മാറ്റുന്നത് തന്നെ CT സ്കാൻ, MRI ഡോക്ടർമാർ കണ്ട് അസസ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഈ ബോർഡ് പോലും മാറ്റുന്നത്. അപ്പം ഈ സ്ഥലത്ത് വളരെ ഗുരുതരമായിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസാണ് ഉണ്ടായത്. ഈ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് ഇത്രയും വലിയ ആൾക്കാർ വരുന്നിടത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാരില്ലായിരുന്നു. അതുപോലെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ ഒട്ടും സേഫായിട്ടുള്ള രീതിയിലായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴേ നമ്മൾ കഷ്ടമുണ്ട്, എന്ത് ചെയ്യാനാ, സംഭവിച്ചത് സംഭവിച്ചു. ഇനിയെങ്കിലും മനുഷ്യർക്ക് അവയർനെസ് കൊടുക്കാനുള്ള ക്ലാസ്സുകൾ സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെ നടത്തേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് നടത്തേണ്ടത്, CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലേ? ഇതൊക്കെ ഒന്നുകൂടെ അവയർനെസ്, നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് കൂടുതലും ടീച്ചിങ് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.